വെൽക്കം. ഇന്ന് നമുക്ക് കുടുംബജീവിതത്തിൽ നല്ല സന്തോഷം നിറയേണ്ട ഒരു 9 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഞാനിവിടെ ഒരു സ്റ്റോറി പറയാം. ഒരിക്കൽ ഒരു ആഫ്രിക്കൻ സ്റ്റോറിയാണ്. ഒരു കുടുംബത്തിൽ കല്യാണം കഴിച്ചിട്ട് 4-5 വർഷമായി. പക്ഷേ ഈ ഭർത്താവ് വലിയ കെയറൊന്നും കൊടുക്കുന്നില്ല. ഭർത്താവിന് സമയമില്ല. അയാളുടെ ബിസിനസ്സും ജോലിയൊക്കെ ആയിട്ട് ഓടി നടക്കുകയാണ്. അപ്പോൾ ഭാര്യയ്ക്ക് ഇതൊരു വലിയ വിഷമമായി. ഭാര്യ വളരെ യങ്ങാണ്. ഇവൾ വളരെ ആഗ്രഹിച്ചു. അങ്ങനെ എന്താണെങ്കിലും ഭർത്താവിൻ്റെ മനസ്സിൽ വേറെ വല്ലവരുമാണോ. അപ്പം ഇദ്ദേഹം ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ അയാൾ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞില്ല, വേറെ ആരുമില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് വലിയ താല്പര്യം കാണിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യണം. അപ്പോൾ ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളിനറിയാം ഒരു കാര്യം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത് അറിയാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഒരു വഴിയുണ്ട്, പക്ഷെ അത് ഭയങ്കര ദുഷ്കരമാണ്, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇവർ പറഞ്ഞു, എത്ര പ്രയാസമുള്ളതാണെങ്കിലും ശരി, എൻ്റെ ഭർത്താവിനെ എനിക്ക് ഫുൾ അറ്റൻഷനിൽ അദ്ദേഹത്തെ എനിക്ക് കിട്ടണം. ഞാൻ എന്ത് ത്യാഗം സഹിക്കാൻ, എന്ത് ചിലവ് വന്നാലും ഞാൻ വഹിക്കാൻ തയ്യാറാണെന്ന് പെൺകുട്ടി പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇദ്ദേഹം ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആൾ പറഞ്ഞു, അത് ജീവിച്ചിരിക്കുന്ന ഒരു സിംഹത്തിൻ്റെ 3 മീശ വിസ്കർ കട്ട് ചെയ്തുകൊണ്ട് വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിപാടിയുണ്ട്, അത് ചെയ്തു കഴിഞ്ഞാൽ ഭർത്താവിന് എങ്ങും പോകില്ല, നിങ്ങളെ തന്നെ എപ്പോഴും കെയർ ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പോൾ അവൾ പറഞ്ഞു കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം അവിടെ വളർത്തുന്ന ഒന്നുമില്ല. അപ്പോൾ പ്രത്യേകം പറഞ്ഞ് കാട്ടിലുള്ള സിംഹത്തിൻ്റെ വേണം. അങ്ങനെ ഇവൾ കാട്ടിൽ പോയി, സിംഹമുള്ള കാട്ടിൽ പോയി. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തും എല്ലാം നോക്കി പല ദിവസങ്ങൾ, ആഴ്ചയും മാസങ്ങളും ഇങ്ങനെ കാട്ടിൽ പോയി, പല ദിവസങ്ങളിങ്ങനെ പോയി സിംഹമുള്ള ഒരു സ്ഥലം കണ്ടെത്തി. ഒരു വലിയ മരത്തിൽ കയറിയിരുന്ന് സിംഹം ഇങ്ങനെ വന്ന് ഒരുപാട് പുറകെ സിംഹങ്ങൾ വന്ന് വെള്ളമൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയപ്പോൾ ഇതിലേതെങ്കിലും ഒരു സിംഹത്തെ സമീപിക്കണമെന്ന് ഇവൾ തീരുമാനിച്ചു. പക്ഷേ എങ്ങനെ സമീപിക്കും? പക്ഷേ അവൾക്ക് ആ ഒരു ക്ഷമയുണ്ടായിരുന്നു. അവൾ പിറ്റേ ദിവസം ഒരു 5-8 കിലോ തൂക്കം വരുന്ന ബീഫ് മാംസകഷ്ണം, ഒരു കാളയുടെ തുടയിലെ മാംസകഷ്ണം ചുവന്നുകൊണ്ടാണ് വന്നത്. അതുമായിട്ട് അവൾ ഈ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് കഴിഞ്ഞപ്പം ഈ സിംഹങ്ങളെല്ലാം പോയിട്ട് അതിലൊരു പ്രായമായ സിംഹം വളരെ ക്ഷീണിച്ചിരിക്കുന്നു. നല്ല ജടയൊക്കെ ഭയങ്കരമായിട്ടുണ്ട്, പക്ഷെ അവൻ ഇച്ചിരി ക്ഷീണിച്ചിരിക്കുന്നു. അപ്പോൾ ഇവന് ഭക്ഷണം കിട്ടിയിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇവൾ കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങി വന്ന്, അപ്പോൾ ഇത് വന്നപ്പോൾ ഇതിന് കാണാം ഇവളെ. എന്നിട്ട് ഈ മാംസം എറിഞ്ഞു കൊടുത്തപ്പം സിംഹം വളരെ കാര്യമായിട്ടത് ഭക്ഷണം കഴിച്ച് ഇത് പോയി. അത് ഇത് ഒറ്റയ്ക്കായിട്ട് പോയി. പിന്നെ നെക്സ്റ്റ് വീക്ക് ഇവൾ വീണ്ടും വന്നിരുന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സെയിം പ്രായമായ സിംഹം വരുന്നു. അപ്പോൾ ഇവൾ വീണ്ടും മാംസകഷ്ണം എറിഞ്ഞു കൊടുത്തു. അപ്പോൾ അത് കഴിച്ചു. നെക്സ്റ്റ് വീക്ക് ഇവൾ മാംസകഷ്ണമായിട്ട് വീണ്ടും വന്നു, വലിയ മാംസകഷ്ണമായിട്ട് വന്നു, അത് എറിഞ്ഞു കൊടുത്തു. അത് മുഴുവനും സിംഹം കഴിച്ചു. അങ്ങനെ അടുത്ത നെക്സ്റ്റ് വീക്ക് ഇവൾ വന്നു. അപ്പോൾ ഇവളെ അവിടെ സിംഹം വരുമ്പോഴത്തേക്ക് ഇവളെ നോക്കും, ഇവളെ കാണാം. അപ്പോൾ അങ്ങനെ അടുത്ത പ്രാവശ്യം വലിയ മാംസകഷ്ണം എറിഞ്ഞു കൊടുത്തു. സിംഹം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൾ പതിയെ മരത്തിൽ നിന്ന് ഇറങ്ങി വന്നു. സിംഹത്തിന് ഒബ്ജക്ഷനൊന്നുമില്ല. അപ്പം ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ സിംഹം ഒന്ന് കുറച്ച് നേരം കിടന്ന് പതിയെ ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇവൾ അടുത്ത് ചെന്നു. സിംഹത്തിന് പ്രശ്നമൊന്നുമില്ല. സിംഹം ഇങ്ങനെ കണ്ണ് തുറന്നൊന്ന് നോക്കി. ഇവൾ ധൈര്യപൂർവ്വം ചെന്ന് ഇതിൻ്റെ നെറ്റിയിൽ മൂക്കിൻ്റെ മുകളിൽ ഇങ്ങനെ പയ്യെ തടവി. പ്രശ്നമൊന്നുമില്ല, സിംഹം ശല്യമൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇവളിങ്ങനെ തടയിക്കൊണ്ടിരിക്കുമ്പോൾ സിംഹം ഇങ്ങനെ കണ്ണടച്ച് സിംഹത്തിൽ നിന്ന് ചെറുതായിട്ട് കൂർക്കമ്പലിയൊക്കെ ആക്കാൻ തുടങ്ങിയപ്പോൾ പോക്കറ്റിൽ കരുതിയിരുന്ന കത്രിക പതിയെ എടുത്ത് അതിൽ നിന്ന് 3 മീശ മുറിച്ചെടുത്തു, പോക്കറ്റിലിട്ടു. സിംഹം എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവൾ തിരിച്ച് വന്ന് അങ്ങനെ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ഈ മാന്ത്രികനെ കണ്ടു. മാന്ത്രികനോട് ഈ കഥ മുഴുവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് സിംഹത്തിൻ്റെ മീശ എനിക്ക് വെട്ടിയെടുക്കാൻ പറ്റിയത്. അപ്പം ഇദ്ദേഹം പറഞ്ഞു, നമുക്ക് ചെയ്യാനുള്ള കൃത്യമൊക്കെ ചെയ്യാം, പക്ഷേ അതിലൊക്കെ അപാരം നിൻ്റെ കഴിവാണ്. അത്രയും ക്ഷമ ഹസ്ബൻഡിൻ്റെ അടുത്ത് കാണിച്ചാൽ പിന്നെ നിനക്കിതൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ.
അല്ല, ഇത്രയും ക്ഷമ കാണിക്കുകയും ഇത്രയും രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്ഷമാരീതി ഹസ്ബൻഡിൻ്റെ അടുത്ത് പ്രകടിപ്പിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പം ഇവർക്ക് ആ ഒരു പുതിയ ബുദ്ധി വന്നു. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് എങ്ങനെയാണോ സിംഹത്തെ, ഈ പ്രായമായ ആൺസിംഹത്തെ ഞാൻ എങ്ങനെയാണോ പാട്ടിലാക്കിയതുപോലെ അതേപോലെ ഞാൻ ഭർത്താവിനെ പാട്ടിലാക്കേണ്ടതല്ലേ ഉള്ളൂ, ആ ബോധ്യം വന്നു. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്കൊരു 9 മെത്തേഡ്സ് നോക്കാം. കുടുംബത്തിൽ എങ്ങനെയാണ് സന്തോഷം ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. നമ്മൾ എപ്പോഴും കുടുംബത്തിൽ എല്ലാ ദിവസവും നമ്മൾ കുറച്ച് നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് സംസാരിക്കണം. അവിടെ നമുക്ക് ചിരിക്കാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടായി ഒന്നിച്ചിരുന്ന് സംസാരിക്കാനായിട്ട് എവറി സിംഗിൾ ഡേ യു ഹാവ് ടു ഫൈൻഡ് ടൈം. പിന്നെ അതുപോലെ തന്നെ വല്ലപ്പോഴും ആണെങ്കിലും കുടുംബാംഗങ്ങളുമായിട്ട് പരസ്പരം നാട്ടുവിശേഷങ്ങളും മറ്റ് കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും എല്ലാവരും ഒന്ന് കേട്ടിരിക്കാനായിട്ട് ആ കുടുംബത്തിലെ എല്ലാവരുമായിട്ടൊരു ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ്, കണക്ഷൻ, ബന്ധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റണം. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ, പ്രായമായ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് പ്രത്യേക കെയർ കൊടുക്കാനായിട്ട് വരണം. ഭാര്യയ്ക്കാണെങ്കിലും കെയർ, ഭർത്താവിനാണെങ്കിലും അവർ ചെയ്യുന്നതിനകത്ത് ആൺകുട്ടികൾക്കാണെങ്കിലൊക്കെ സപ്പോർട്ട് കിട്ടണം. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ കൂടാതെ നമ്മൾ ഈ സ്പൗസുമായിട്ട്, മേ ബി യുവർ ഹസ്ബൻഡ് ഓർ മേ ബി യുവർ വൈഫ്, അവരുമായിട്ട് അവർക്ക് വേണ്ടി മാത്രം കുറച്ച് ടൈം വേണം. അതിങ്ങനെ മണിക്കൂർ കണക്കിനൊന്നും വേണ്ട, ഹാഫ് ആൻ അവർ ഈസ് മോർ ദാൻ ഇനഫ്. പക്ഷേ അത് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഫോൺ ഉപയോഗിക്കരുത് ആ സമയത്ത്, അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. പറയുന്ന പൂർണ്ണമായിട്ട് കേൾക്കുകയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ട് വീണ്ടും 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 അവരുമായിട്ട് ഈ ഒരു ബന്ധം പുലർത്തണം. പിന്നെ ഫോർത്ത് പറയുവാണെങ്കിൽ റെഗുലറായിട്ട് എന്തെങ്കിലും ഒരു ഫണ്ണ്, ഒരു ഫാമിലി ഫൺ, തിങ്സ് ടുഗദർ എന്താ ആകാനായിട്ട് പറ്റും. എന്തെങ്കിലും ഒരു ഫണ്ട് നിങ്ങളുടെ ഫാമിലി മൊത്തമായിട്ട്, ചിലയിടത്ത് ക്യാരംസ് കളിക്കുന്ന കാണും, ചെസ്സ് കളിക്കുന്ന കാണും, ചിലപ്പോൾ ചീട്ട് കളിക്കുന്നതാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള മൂവി. ഇപ്പോൾ ഞാൻ വൈഫുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല സമയം സ്പെൻഡ് ചെയ്യുന്നത്, കാരണം എത്രയോ 32 വർഷം കല്യാണം കഴിഞ്ഞിട്ട് 32 വർഷം കഴിഞ്ഞ് എല്ലാം പറയാനുള്ളതെല്ലാം പറഞ്ഞ് തീർന്നു. അതിന് മുമ്പ് 3-4 വർഷം പ്രണയിച്ച് നടന്നപ്പോഴും പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർന്നു. ഇപ്പോൾ 35 വർഷത്തിൽ കൂടുതൽ പറഞ്ഞു. എന്താ പറയാനിരിക്കുന്നത്, അന്നന്ന് കാണുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ എന്തെങ്കിലുമൊക്കെ വൈഫ് കാണുന്ന എന്തെങ്കിലും ഒരു മൂവീനെക്കുറിച്ച്, ഇഷ്ടപ്പെട്ടൊരു മൂവീനെക്കുറിച്ച്, അതിനെക്കുറിച്ച് പറയുമ്പോൾ വൈഫ് ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് വൈഫ് റെക്കമെൻഡ് ചെയ്യുന്ന മൂവിയെ മാത്രമേ ഞാൻ കാണുകയുള്ളൂ. വൈഫ് കണ്ടതാണെങ്കിലും ഞങ്ങൾ രണ്ടും വീണ്ടും ഒന്നും കൂടെ കാണും. ദാറ്റ്സ് എ ടൈം ടുഗദർ. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രെയിനിങ്ങിനെക്കുറിച്ചും മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചും പുതിയതായിട്ട് ചില വാസനകൾ മനുഷ്യനിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ചില ട്രെൻഡുകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ഇതായിട്ട് സംസാരിക്കും. ചില ആർട്ടിക്കിൾസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തും, ചില യൂട്യൂബ്, ചില വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തും. ഇപ്പം തന്നെ ഞാൻ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ അപ്പം തന്നെ വൈഫിന് ടെലഗ്രാമിലിട്ടേക്കും, വൈഫ് കാണുവാണെങ്കിൽ എനിക്ക് ഇട്ടേക്കും. അവിടെ ഒരു ഷെയറിങ് വരുന്നുണ്ട്. സോ എന്തെങ്കിലും നമുക്കൊരു ഫണ്ണ് ഇത് ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ 5ാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ രാവിലത്തെ ഭക്ഷണം ഒന്നിച്ച് കഴിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നടന്നൊന്നും വരില്ല. ഈ ഉച്ചയ്ക്കും ചിലപ്പം കുട്ടികളെ ഒക്കെ ഒന്നും ചിലപ്പോൾ ആ സമയത്ത് കിട്ടിയെന്ന് വരത്തില്ല. അപ്പം എനിക്കും വൈഫിനുമായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ പക്ഷേ കഴിവതും വൈകുന്നേരം ഒരുമിച്ച് കഴിക്കും, ഈറ്റ് ടുഗദർ. അത് മക്കൾ വീട്ടിലുള്ള സമയത്താണ് അവർ കൂടെ വന്നിരിക്കും. അവർ ചിലപ്പോൾ വേറെ വല്ലതും പുറത്തുനിന്ന് വാങ്ങിച്ചൊക്കെ കഴിച്ചിട്ടുള്ളതാണെങ്കിലും ശരി, സ്റ്റിൽ അവരെന്തെങ്കിലും കഴിച്ചുകൊണ്ടാണെങ്കിലും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ്, നമ്മളെക്കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ്, തീർച്ചയായിട്ടും സം ഫാമിലി മീറ്റിംഗ് ടുഗദർ, ഇതൊരുപാട് മീനിങ് ഉണ്ടാകുന്നുണ്ട്. പുതിയ ഒരു ആശയം. ആ സമയത്ത് TV വെക്കരുത്, മൊബൈൽ എടുക്കരുത്, ഇതെല്ലാം വരും. അപ്പോൾ ഇതൊരു നമുക്കൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതായിട്ട് നമുക്കൊരു ഈ കോട്ടായിട്ട് തന്നെ പറയാം. ഒരു വളരെ പ്രസിദ്ധമായൊരു കോട്ടാണ്, എ ഹാപ്പി ഫാമിലീസ് ബട്ട് ആൻ ഏർലിയർ ഹെവൻ. നമ്മൾ മരിച്ച് സ്വർഗത്തിൽ പോകുന്ന കഴിഞ്ഞും വളരെ വലുതാണ്, ഈ ഭൂമിയിലെ ഒരു ഹെവനാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ധാരണയിൽ ഒരു ടീമായിട്ട് നിൽക്കുന്ന ഫാമിലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യത്തിൽ 6ാമത്തെ പോയിൻ്റ് എനിക്ക് പറയാനുള്ളത്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ മേക്ക് ഡിസിഷൻസ് ടുഗദർ. അപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ഈവൻറ്റ്സോ സ്പെഷ്യൽ സംഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അത് ഒന്നിച്ചൊരു തീരുമാനം എടുക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7ാമതായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേക്ക് ചിൽഡ്രൻ ഫീൽ സെക്യൂർ ആൻഡ് ലൗഡ്.
അവർക്ക് അബ്സല്യൂട്ട് സെക്യൂരിറ്റി. കുട്ടിയായിരിക്കുമ്പോൾ ഈ ഹഗ് ചെയ്യുന്നത് ഭയങ്കര മീനിങ് ആണ്. കുട്ടികളെ നമ്മൾ ഹഗ് ചെയ്യുന്നത്, അപ്പോൾ മോനാണേലും എൻ്റെ മൂത്ത മോനാണേലും ഇളയ മോനാണേലും വന്നു കഴിഞ്ഞാലുമായിട്ടൊന്ന് ഹഗ് ചെയ്യുന്നത് അവർക്കത് ഭയങ്കര ഒരു കുറേ മണിക്കൂർ നേരത്തേക്ക് അതിൻ്റെ ഫീൽ നിൽക്കും. വൈഫാണെങ്കിലും ഇവിടെ ഇല്ല, പുറത്തൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ, എബ്രോഡൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ ഒരു ലോങ് ഹഗ് ഒരുപാട് എല്ലാവരുമായിട്ട് അതൊരു ഭയങ്കര ഇമ്പാക്റ്റാണ്. കൊച്ചു കുട്ടികളെ ഹഗ് ചെയ്ത് ആ ഹഗ്ഗിങ്ങിനിടയ്ക്ക് അവർക്കൊരു വലിയ സുരക്ഷിതത്വം വരും. അവരുടെ ബോഡിയിൽ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കെമിസ്ട്രി മാറുന്നുണ്ട്, ബ്രെയിനിൽ കെമിസ്ട്രി മാറുന്നുണ്ട്. അവിടെ നന്നായിട്ട് ഓക്സിറ്റോസിൻ പെട്ടെന്ന് പുറപ്പെടുവിക്കാൻ തുടങ്ങും. ആ മാറ്റം നമുക്ക് വരും. ഇനി അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ കാണും കുട്ടികളല്ലേ പഠിച്ചാൽ മതിയല്ലോ വേറെ, പക്ഷേ അവർക്ക് ആനയ്ക്ക് ആനയുടെ പ്രോബ്ലം, അണ്ണാൻ്റെ പ്രോബ്ലം. ചില കുട്ടികളൊക്കെ ഭയങ്കര സ്ട്രെസ്ഡാണ്, ഡിപ്രഷനുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുന്ന ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യാനായിട്ട് എപ്പോഴും നമ്മളുടെ അഡ്വൈസ് എന്ന് പറയുന്നതിന് പകരം അവരുമായിട്ട് നല്ല കൂട്ടുകാരായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല കൂട്ടുകാർ. അപ്പം അവരിൽ ഇച്ചിരി ചെറിയ കുറുമ്പൊക്കെ കാണിച്ചാലും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൂട്ടുകാരാകണം. അപ്പോൾ അത് കാണിക്കട്ടെ, അവർക്ക് അതിനുള്ളൊരു ഫ്രീഡം കൊടുക്കുക. നമ്മൾ ഈ എല്ലായ്പ്പോഴും പഠിക്കുക എന്തുമായി പഠിച്ചു കൂട്ടുന്നത്? അപ്പോൾ എൻ്റെ കാലത്ത് പഠിച്ച ഈ പറഞ്ഞതുപോലെ വല്ല ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷുമൊക്കെ സംസാരിച്ച് നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കും, ഇവർക്കൊന്നും ഇവരെപ്പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. പക്ഷേ ഇന്നത്തെ അവരുടെയൊക്കെ നിലയെടുക്കുമ്പോഴത്തേക്കും വലിയ ഇതൊന്നും അവർക്ക് കരസ്ഥമാക്കാൻ പറ്റിയിട്ടില്ല. ഓർഡിനറി ലൈഫിലേക്കാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് കോളേജിലും സ്കൂളിലൊക്കെ ഈ ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച ആൾക്കാരും, അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിട്ട് റാങ്ക് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. എൻ്റെ സെയിം ക്ലാസ്സിൽ പഠിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഇന്ന് അവരുടെ അവസ്ഥ എടുക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ ഒരു കൗണ്ടിലും എനിക്ക് മെച്ചമായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പഠിക്കുകയല്ല വേണ്ടത്, വിസ്ഡം കുട്ടികൾക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. മാർക്കൊക്കെ വേണം, പക്ഷേ ദാറ്റ്സ് നോട്ട് ദി ഫൈനസ്റ്റ് തിങ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഡിഫിക്കൽട്ടീസ് പലതും ബിയോണ്ട് സ്റ്റഡീസ്. ഓക്കെ, പിന്നെ ഈ കുട്ടികളുമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് ചിൽഡ്രൻ. അവരുമായിട്ട് അവർക്കുള്ളതായിരിക്കണം. അവർ സ്കൂൾ വർക്കൊക്കെ ചെയ്യുന്നു, അതിനിടയിൽ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമേ കാണുകയുള്ളൂ. ചിലപ്പോൾ നമ്മൾ സമ്മറി ആയിട്ട് ഇവർ ആഴ്ചകളിരുന്ന് പഠിക്കുന്ന സാധനം ചിലപ്പോൾ നമ്മളെടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം 15 മിനിറ്റ് കൊണ്ട് അതിനെക്കുറിച്ച് ഒരു സ്റ്റോറി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും. എനിക്കത് പലപ്പോഴും എൻ്റെ കുട്ടികളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. അവർ വളരെ പാടുപെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട്, ഇപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഹോൾ ഗ്രാമർ നമുക്ക് ഒറ്റ സ്റ്റോറിയിൽ നിർത്തി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് ആൺകുട്ടികളാണെങ്കിൽ അവരുടെ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് അവർക്ക് വലിയ താല്പര്യം കാണും. പിന്നെ അതേപോലെ തന്നെ അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ, പെൺകുട്ടികളാണെങ്കിൽ അവരുടെ സൗന്ദര്യബോധം, പിന്നെ ഇവരുടെയൊക്കെ രണ്ട് കൂട്ടരുടെയും ഡിറ്റർമിനേഷൻ, ഇതൊക്കെ നമുക്ക് ഒത്തിരി ഇൻവോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നെക്സ്റ്റ് ഒരു പോയിൻ്റ് പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലങ്ങളുണ്ടെങ്കിലും അവർക്ക് പ്രോബ്ലങ്ങളുണ്ടെങ്കിലും അതൊന്ന് റിസോൾവ് ചെയ്യാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുക. പിന്നെ കുട്ടികൾക്ക് ഒത്തിരി സ്കില്ല് ആവശ്യമാണ്, പ്രത്യേകിച്ച് ഹെൽത്തി റിലേഷൻഷിപ്പിനുള്ള സ്കില്ല്. കുട്ടികൾ പറയും എനിക്ക് എല്ലാം അറിയാം, ലോകത്തിലെ മുഴുവൻ അറിയാം, പക്ഷേ അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് നമുക്ക് ഈ മോർ ദാൻ 50% മാരേജ് ഫെയിലാകുന്നത്. ഈ ഒരു സ്കില്ല് കുറവാണ്. അപ്പോൾ നമ്മളുടെ വിസ്ഡം കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യണം. വീട്ടിൽ നമ്മൾ എങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടോ അതായിരിക്കും കുട്ടികൾ കൃത്യമായിട്ടത് പോകുന്നത്. പിന്നെ കുട്ടികളെ നമ്മളെപ്പോഴും നർച്ചർ ചെയ്യണം, ഗൈഡൻസ് കൊടുക്കണം, റൈറ്റ് പാത്തിൽ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മോർണിംഗ് അവരുമായിട്ട് അല്ലെങ്കിൽ ഈവനിങ് അവരുമായിട്ട് ചെറിയ വീഡിയോ ഷെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫണ്ണ് ഷെയർ ചെയ്യുന്നതും ഇതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് എന്തൊരു സമ്മാനം വാങ്ങിച്ചുകൊണ്ട് വരുന്നതും, ഇല്ലെങ്കിൽ ഒരു ന്യൂ പ്ലേസ് വൺസ് ഇൻ എ മന്ത് ഒരു ന്യൂ പ്ലേസ് വിസിറ്റ് ചെയ്യുന്നതും, ഇല്ല കുട്ടികളുമായിട്ട് ഒരു പുതിയ രാജ്യത്തേക്ക് പോകാനായിട്ടോ വൈ ഡോണ്ട് യു ഡ്രീം. കുട്ടികളുടെ അടുത്ത് പറയാം, നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ എടുത്ത് ഉപയോഗിക്കാം, വി ക്യാൻ ഗോ. ഒരു സ്ഥലം കണ്ടുവെക്കുക. ഒരിക്കലും പുറത്തു പോയിട്ടില്ലാത്ത ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ ഒരു സ്ഥലം കണ്ടുവെക്കുക. കുറേ നാൾ കുട്ടികളും എല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു പുതിയ സംഭവം വന്നു ചേരും, നിങ്ങൾക്ക് പോകാനുള്ള സംഭവം തരപ്പെടുകയും ചെയ്യും. നമ്മുടെ ചിന്ത പോകുന്നതനുസരിച്ചാണ് ജീവിതം പോകുന്നത്. പിന്നെ നമ്മുടെ ഫാമിലിയുടെ ഹിസ്റ്ററി പറയുക, പിന്നെ പഴയ ഫോട്ടോസ്, പഴയ ആൽബംസ് ഇതൊക്കെ എടുത്ത് നമ്മൾ കാണിക്കുക. പിന്നെ ചില പഴയ മെമ്മറീസ് പറയുക. പിന്നെ അതേപോലുള്ള നിങ്ങൾക്ക് പിന്നെ കുട്ടികളുണ്ടായ സമയത്തുള്ളത്
ഇല്ല അതിന് മുമ്പ് നമ്മൾ ട്രാവൽ ചെയ്ത കഥ പറയുക. പിന്നെ കിച്ചണിൽ ഒന്നിച്ച് അവരുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ഉണ്ടാക്കുക. ഇതൊക്കെ നമുക്ക് കുട്ടികളുമായിട്ട് എൻജോയ് ചെയ്യുന്ന, ഫാമിലിയിൽ സന്തോഷം പരത്തുന്ന, മനസ്സിലാക്കുന്നു. കുട്ടികൾക്ക് തോന്നുകയാണ് എന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഈ പരസ്പരം നമ്മൾ സ്നേഹിക്കുന്നവരെ ഒരിക്കലും നന്നാക്കാൻ ശ്രമിക്കരുത്. ഭർത്താവ് ഒരിക്കലും ഭാര്യയ്ക്ക് ഇങ്ങനെ ഉപദേശം കൊടുത്ത് അവളുടെ ക്യാരക്ടറിൽ മാറ്റം വരുത്താൻ ശ്രമിക്കരുത്. ആസ് ഇറ്റ് ഈസ് 80 നന്മയുണ്ട്, 20 മോശമുണ്ട്. അതിനെ മൊത്തമായിട്ട് തന്നെ സ്വീകരിക്കുക. കുറ്റം പറയാതെ, ഇങ്ങോട്ട് ചോദിച്ചാൽ മാത്രം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാത്രം പറയുക, അല്ലാതെ കുറ്റം പറയരുത്. കുട്ടികളെയും ക്രിട്ടിസൈസ് ചെയ്യാതെ, കഴിവതും ക്രിട്ടിസൈസ് ചെയ്യാതെ. പിന്നെ അതുപോലെ വീണ്ടും നിങ്ങൾക്ക് പുറത്ത് പോയി ഒരു ഡൈനിങ് ഔട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ പരസ്പരം കൂടുതൽ അടുക്കാനും സംസാരിക്കാനും. വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അതിനകത്തോട്ടൊക്കെ ശ്രദ്ധിക്കണം. ഡൈനിങ് ഔട്ടാണെങ്കിൽ നമ്മളതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് കൂടാതെ കുട്ടികൾക്ക് SMS-ലാണേലും വാട്സപ്പിലാണേലും പിന്നെ ഒക്കെ സൗകര്യം ചെയ്ത് കൊടുക്കുക. അവരുമായിട്ട് എപ്പോഴും കണക്റ്റ് ചെയ്യുക. ഹസ്ബൻഡ് നിങ്ങളിവിടെ ഇല്ല, വൈഫിനോട് എന്താ കഴിച്ചത്, അല്ലെങ്കിൽ വൈകിട്ട് ഉറങ്ങാൻ നേരത്തൊന്ന് വിളിക്കുക, കുട്ടികൾക്കൊന്ന് കൊടുക്കുമോ, മാറി മാറി സംസാരിക്കുക. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലാണുള്ളത്, കുട്ടികളുമായിട്ട് പുറത്തേക്കൊന്ന് നടക്കാൻ പോകാം. പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു ബുക്ക് എടുത്ത് കൊടുക്കുക, അതിൻ്റെ അത്യാവശ്യം അതിൻ്റെ വായിക്കേണ്ട സാധ്യതയെക്കുറിച്ച് പറഞ്ഞിട്ട്. കുട്ടികൾ ചിലപ്പോൾ നമുക്ക് കൊണ്ടുതരും. ചിലപ്പോൾ വീടൊന്നിച്ച് വൃത്തിയാക്കുക. ഓക്കെ. പിന്നെ വീട്ടിനകത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, എഴുന്നേറ്റ് വരുമ്പോഴേ കുട്ടികളെ കാണുകയാണെങ്കിൽ നല്ലൊരു സ്മൈൽ കൊടുക്കുക. വീട്ടിൽ ചെല്ലുമ്പോഴേ ഷെയർ ദ സ്മൈൽ, സ്പ്രെഡ് ദ സ്മൈൽ. സോ എങ്ങനെയാണ് നമുക്ക് കുട്ടികളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകണം, മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകണം, എങ്ങനെ ഇൻസ്പിറേഷൻ കൊടുക്കണം, ഈ കാര്യങ്ങളെല്ലാം അവർക്ക് എപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അഫർമേഷൻ വേണേൽ കൊടുക്കാം. എവറി വേ ആൻഡ് എവറി ഡേ അവർ റിലേഷൻഷിപ്സ് ആർ ഇൻക്രീസിങ് ഓർ ഗെറ്റിംഗ് ബെറ്റർ. ഇങ്ങനെ നമുക്കൊരു അഫർമേഷൻ കൊടുക്കുക. ഇറ്റ്സ് വണ്ടർഫുൾ. അത് ചെയ്യാം. നിങ്ങളുടെ കുടുംബ ബന്ധം ഒരുപാട് മെച്ചപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.